1887 ഇംഗ്ലണ്ടിലെ പ്രസിദ്ധനായ ഒരു നോവലിസ്റ്റ് വിശ്വവിഖ്യാതമായ ഒരു ഫ്രഞ്ച് നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇംഗ്ലണ്ടിലെ കോളനിയായിരുന്ന ഇന്ത്യയിൽ കേരളത്തിലെ പുന്നയൂർക്കുളം എന്ന കൊച്ചു കുഗ്രാമത്തിൽ ഒരു ബാലൻ ജനിച്ചു. അതേ നോവൽ വായിക്കാനും അതിലെ ആശയങ്ങളാൽ ആകൃഷ്ടനാവാനും ആ ഇംഗ്ലീഷ് നോവലിസ്റ്റിനെ പോലെ തന്നെ മുന്നേ നിയോഗിക്കപ്പെട്ട ഒരാൾ ഇംഗ്ലീഷുകാരനായ നോവലിസ്റ്റ് തോമസ് ഹാർഡി ആയിരുന്നു. മലയാളി നാലപ്പാടൻ. വിശ്വവിഖ്യാതമായ ആ നോവല് ഹ്യൂഗോവിൻ്റെ ലെ മിസറബിൾ അഥവാ പാവങ്ങൾ. തോമസ് ഹാർഡി മനുഷ്യ സ്വഭാവത്തെ നോക്കി മനസ്സിലാക്കുന്നതിൽ വളരെ വിദഗ്ധനായ ഒരാളായിരുന്നു. ദൈക്ഷണികമായിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവുകളെയും ബുദ്ധിശക്തിയെയും തോൽപ്പിക്കാനാവുന്ന നോവലിസ്റ്റുകൾ അക്കാലത്ത് വിരളമായിരുന്നു. തത്വശാസ്ത്ര രംഗത്ത് അദ്ദേഹത്തിന് അഗാധമായ വിജ്ഞാനമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരന്ന വായനയുടെ തെളിവായിട്ട് അദ്ദേഹം രചിച്ച നോവലുകളിൽ കാണുന്ന കവികളുടെയും ചിന്തകന്മാരുടെയും ഉദ്ധരണികൾ എടുത്തുകാട്ടാറുണ്ട്. പുസ്തകങ്ങളിലൊക്കെ വിമർശന ആൾക്കാരൊക്കെ ഇതൊക്കെ എടുത്തു കാണിക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ പൊതുവായി കാണണമെന്നല്ല. ഏതായാലും ഹൃദയവും ബുദ്ധിയും തമ്മിലുള്ള സംഘർഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ നോവലുകൾ. നോവലിസ്റ്റ് എപ്പോഴും ഈ സംഘർഷത്തിൽ ഹൃദയത്തിൻ്റെ ഭാഗത്ത് നിൽക്കും. ഈ പ്രപഞ്ചത്തിൻ്റെ ഗതിയിൽ തങ്ങളുടെ വിധി അറിയാതെ അരനാഴിക നേരം അഗ്നിശലഭങ്ങളെപ്പോലെ പറന്നു നടന്ന് അഗ്നിക്കിരയാവുന്ന മനുഷ്യരുടെ വേദനകൾ, അവരുടെ സംഘർഷങ്ങൾ, അവരുടെ ജീവിതത്തിൻ്റെ ദൈന്യത, ആത്മസമർപ്പണത്തിലും ത്യാഗത്തിലും നിർലീനമായിരിക്കുന്ന ഈശ്വരത്വത്തിൻ്റെ മിന്നലാട്ടം, ഇവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നോവലുകളാണ് ഹാർഡി രചിച്ചിട്ടുള്ളത്. അദ്ദേഹം നാച്ചുറലിസത്തിൻ്റെ വക്താവായി അറിയപ്പെടുന്ന ഒരു റൊമാൻറ്റിസിസ്റ്റാണ്. ഗദ്യത്തിലും പദ്യത്തിലും രചിച്ചിട്ടുള്ള ആളാണ്. ഹ്യൂഗോവിനെയും നാലപ്പാടനെയും പോലെ ഹാർഡിയുടെ നോവലുകളിലും അതിപ്രധാനമായ ടെസ്റ്റ് ഓഫ് ദ ഡ്യൂബർവിൽസ്, ആ ടെസ്റ്റ് ഓഫ് ദ ഡ്യൂബർവിൽസ് അദ്ദേഹം എഴുതിയത് ഹ്യൂഗോവിൻ്റെ നോവൽ വായിച്ച ശേഷമാണ്. അതായത് ഹ്യൂഗോവിൻ്റെ പ്രചോദനം പ്രകടമായിട്ട് കാണുന്ന ഹാർഡിയുടെ നോവലാണ് ടെസ്റ്റ് ഓഫ് ദ ഡ്യൂബർവിൽസ്. ഒരു കാലത്ത് നമ്മുടെ കേരളത്തിലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് അത് പഠിക്കാനുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല. സിംബോളിക് ശൈലിയിൽ തൻ്റെ ഭാവനാവിലാസം പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് വളരെക്കാലം താൻ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു റിയലിസ്റ്റിക് കഥയ്ക്ക് ഒരു അല്പാംശം കൊടുത്ത് ചരിത്ര സംഭവങ്ങളോട് കൂട്ടിയിണക്കി വളരെ കാലം കൊണ്ട് രചിച്ച ഒന്നാണ് ഹ്യൂഗോയുടെ മാസ്റ്റർ പീസ് ലെ മിസറബിൾസ്. ഒരു വ്യക്തിയുടെ മനസ്സംഘർഷം എന്ന പോലെ ഒരു സമൂഹത്തിൻ്റെ മനസ്സംഘർഷവും കൂടി വരച്ചു കാട്ടുന്ന ഈ നോവൽ റിയലിസം എന്ന് നമുക്ക് തോന്നും. ആ ഫ്രഞ്ച് വിപ്ലവമൊക്കെ പറയുന്ന സമയത്ത് മാനവികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു കാൽപ്പനികതയുടെ സൃഷ്ടിയാണത്. എല്ലാ ഫ്രഞ്ച് കാൽപ്പനിക കവികളെയും പോലെ കവിയായ ഹ്യൂഗോയും കവിക്ക് സമൂഹത്തിൽ ഒരു ദൗത്യമുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. ഈ ജനതയുടെ ഗുരു അല്ലെങ്കിൽ എഡ്യൂക്കേറ്ററായും ഈശ്വരത്വത്തിൻ്റെ വ്യാഖ്യാതാവായും ഇൻ്റർപ്രറ്റർ ഓഫ് ദ ഇൻറ്റൻഷൻസ് ഓഫ് ഗോഡ് സമൂഹത്തിൽ കവി പ്രത്യക്ഷപ്പെടണമെന്നായിരുന്നു ഹ്യൂഗോവിൻ്റെ മതം. തൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ ആദ്യം നാടകവും കവിതയും പയറ്റി നോക്കിയ ശേഷം ഹ്യൂഗോ നോവൽ രംഗത്തേക്ക് കടന്നു വന്നു. ഫ്രഞ്ച് ക്ലാസിക്കൽ തിയേറ്ററിലെ ഗ്രീക്കോ ലാറ്റിൻ പാരമ്പര്യം നശിപ്പിക്കാനുള്ള മാർഗമായിട്ടാണ് അദ്ദേഹം തൻ്റെ നാടകങ്ങളെ കണ്ടത്. 1820 മുതൽ 1845 വരെയുള്ള 15 വർഷം അദ്ദേഹത്തിൻ്റെ മനസ്സ് പാവങ്ങൾ എഴുതാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. 1845 ആ കൃതി എഴുതാൻ ആരംഭിച്ചു. 3 കൊല്ലം കൊണ്ട് അതിൻ്റെ കരട് രേഖ തയ്യാറാക്കി. പിന്നീട് അതിൻ്റെ ഇന്നത്തെ രൂപത്തിലേക്ക് അതിനെ വികസിപ്പിച്ചെടുത്ത് ലെസ് മിസറബിൾസ് എന്ന പേരും നൽകി. 1848 വിപ്ലവവും തുടർന്നുണ്ടായ രാഷ്ട്രീയ ചുറ്റുപാടുകളും കൊണ്ട് ഹ്യൂഗോയുടെ എഴുത്ത് മുടങ്ങിപ്പോയി. റാങ്വൽ റാങ് കണ്ണാടിയിൽ പതിഞ്ഞ ഒപ്പുകടലാസിൽ നിന്ന് വസത്തും മരിയസും തമ്മിലുള്ള പ്രേമം ധരിക്കുന്നത് വരെയുള്ള ഭാഗമേ അപ്പോൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് 1860 ഏപ്രിലാണ് അദ്ദേഹം രണ്ടാമത് വീണ്ടും എഴുതാൻ തുടങ്ങിയത്. പിന്നെ 2 കൊല്ലം കൊണ്ട് അത് എഴുതി തീർന്നു. മെയ് 19 അത് എഴുതി തീരുന്നത് 1862. 1820 മുതൽ 60 വരെ, അതായത് 40 കൊല്ലം കഥാബീജത്തെ കഥാകൃത്തിൻ്റെ മനസ്സ് ഗർഭം ധരിച്ച് പൂർണ്ണമായി ശിശുവായി പ്രസവിക്കും വരെ. ഇന്നത്തെ ഗരുഡനെ പ്രസവിച്ച പോലെയാണ് പാവങ്ങളെ ഹ്യൂഗോ പ്രസവിച്ചത് എന്നർത്ഥം. ഒരു തപസ്സായിരുന്നു ഇത്.
ഈ തപസ്യയുടെ ഫലമായിട്ട് പിറന്ന ഈ നോവല് ലോകത്തിൻ്റെ എല്ലാ ഭാഷകളിലും തർജ്ജമകൾ ഉണ്ടായി. അമേരിക്കൻ സിവിൽ വാറിൻ്റെ കാലഘട്ടത്തിൽ അവിടുത്തെ ജനതയും അതിനെ അക്ഷാരവത്തോടെ സ്വീകരിക്കുകയുണ്ടായി. ഇംഗ്ലണ്ടിലും അതേ സ്വീകരണം ലഭിച്ചു. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്നവരും ഹ്യൂമാനിസ്റ്റുകളുമായ മനുഷ്യരെ എല്ലാം ഹ്യൂഗോവിൻ്റെ തപോബലം പ്രചോദിപ്പിച്ചു. 1860 റൊമാൻറ്റിക് അഥവാ കാൽപ്പനിക ചിന്തയായി അല്ലെങ്കിൽ കാൽപ്പനികമായ ചിന്താഗതി പഴഞ്ചനാണ് എന്ന വിചാരം ലോകസാഹിത്യത്തിൽ നിലപാടുറപ്പിച്ച കാലമായിട്ട് പോലും ഈ റൊമാൻറ്റിക് നോവലിന് അഭൂതപൂർണമായ ഒരു സ്വീകരണമാണ് ലോകം കൊടുത്തത്. ഹ്യൂഗോയുടെ റൊമാൻറ്റിസിസത്തിന് പുത്തൻ നൂറ്റാണ്ടിൻ്റെ വിശ്വാസങ്ങളെ പിടിച്ചുലയ്ക്കാനും മാറ്റിമറിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്.